നമ്മുടെ ചാനൽ ഒരു ദിവസം കൊണ്ടൊന്നും ഡിസപ്പിയർ ആയി പോകത്തില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്സ് മതി നമ്മുടെ ചാനൽ ഫുൾ പ്രശ്നം വരും. ഞാൻ ഈ കാണിക്കുന്നത് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് എടുത്തിട്ടുള്ള വീഡിയോസ് ആണ്. ആൻഡ് ഈ വീഡിയോസ് ഒക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും പാർഷ്യലി ബ്ലോക്ക്ഡ് ആണെന്നൊക്കെ ഇതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് മോണിറ്റൈസേഷൻ എനേബിൾ ആവില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫുൾ ഇതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. സോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോ. അപ്പൊ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. ഹലോ, നമ്മൾ പലപ്പോഴും നമ്മുടെ ചാനലിൽ വ്യൂസ് എങ്ങനെ കൂട്ടാം, മോണിറ്റൈസേഷൻ എങ്ങനെ വരുത്താം, സബ്സ്ക്രൈബേഴ്സ് എങ്ങനെ കൂട്ടാം എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ശ്രദ്ധിക്കുന്നുണ്ടാവാം. ഇതെല്ലാം ഓക്കെയാണ്. പക്ഷേ നമ്മുടെ ചാനൽ എങ്ങാനും നമ്മുടെ കയ്യിൽ നിന്നെങ്ങാനും പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ചെയ്യുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ചാനൽ എങ്ങനെ സേഫ് ആക്കി നിർത്താന്നുള്ളതിൽ കുറച്ച് ടിപ്സ് ആണ് ഞാൻ പറയുന്നത്. ഇതിനിടയ്ക്ക് പറയുന്ന കുറച്ച് പോയിന്റ്സ് ഉണ്ട്. അത് ബിഗിനേഴ്സിനൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. സോ ശ്രദ്ധിച്ച് കേട്ടോണേ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ ഫേക്ക് ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സും വ്യൂസ് ഒക്കെ ഉണ്ടാക്കില്ലേ, നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും. 1000 സബ്സ്ക്രൈബേഴ്സിന് 500 രൂപ, 10,000 സബ്സ്ക്രൈബേഴ്സിന് ഇത്ര രൂപ, ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള ഓഫേഴ്സ് കാണുമ്പോൾ നമുക്ക് ഉറപ്പായിട്ട് ടെംപ്ടേഷൻ തോന്നും. പക്ഷേ ഡോണ്ട് ഡു ദാറ്റ്. കാരണം നമുക്കിപ്പോ ഒരു 10,000 സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ഇത്ര സബ്സ്ക്രൈബേഴ്സ് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയിട്ടാലും ആ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ വീഡിയോസ് ഒന്നും കണ്ടില്ലെങ്കിൽ പിന്നെ അതിൽ എന്താണ് ഉപയോഗമുള്ളത്? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അപ്പൊ ഇങ്ങനെ ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മളൊരു എൻഗേജ്മെന്റ് നമ്മുടെ ചാനലിൽ കൊണ്ടുവരാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ മൊത്തത്തിൽ പാളിപ്പോവും. അതുകൊണ്ട് നമ്മൾ ഈ സബ്സ്ക്രൈബേഴ്സിനെ വാങ്ങുന്നതിന് പകരം നമ്മുടെ ചാനലിന് വ്യൂവേഴ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത്. നമ്മുടെ ചാനലിലെ വീഡിയോസ് ആൾക്കാർ കാണണം എന്നുള്ളതിലാണ് നമ്മുടെ മെയിൻ ഫോക്കസ് വരേണ്ടത്. സെക്കൻഡ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് AI ഉപയോഗിക്കുന്ന ആൾക്കാരുടെ അടുത്താണ്. ഞാൻ എന്റെ ചാനലിൽ കുറച്ചധികം AIയുടെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടായി. അതിന് ഒരുപാട് കമന്റ്സ് എനിക്ക് വരാറുണ്ട്. സോ ആ കമന്റ്സിൽ നിന്നെല്ലാം കുറച്ച് കമന്റ്സ് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ആൻസർ ഈ വീഡിയോയിൽ ആക്ച്വലി കൊടുക്കുന്നുണ്ട്. നമ്മളൊരു പ്രോംപ്റ്റ് കൊടുത്തു, AI ഇമേജസ് ആഡ് ചെയ്തു, വീഡിയോസ് ആഡ് ചെയ്തു, എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്, വീഡിയോ റെഡിയാക്കി. ഇങ്ങനെയുള്ള AI ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളത് അപ്ലോഡും ചെയ്യും. നമ്മൾ വിചാരിക്കും AI ജനറേറ്റഡ് കണ്ടന്റ് ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് മോണിറ്റൈസേഷൻ എല്ലാം എനേബിൾ ആയി കിട്ടും എന്ന് വിചാരിക്കും. പക്ഷെ AI ജനറേറ്റഡ് കണ്ടന്റ് മോണിറ്റൈസേഷൻ എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. AI ജനറേറ്റഡ് കണ്ടന്റിന് നമ്മൾ അത്രത്തോളം ശ്രദ്ധ കൊടുക്കേണ്ട കാര്യങ്ങളാണ്. അതായത് ഞാൻ മുമ്പത്തെ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ നമ്മുടേതായ ഒരു മീനിങ് ഫുൾ ടച്ച് ആ വീഡിയോയ്ക്ക് കൊടുക്കുക, ഒരു ഹ്യൂമൻ ടച്ച് ഒക്കെ നമ്മുടെ വീഡിയോയ്ക്ക് കൊടുക്കുക എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ വ്യൂവേഴ്സിന് എന്തെങ്കിലും ഇൻഫർമേഷൻസോ എന്തെങ്കിലും വാല്യൂസോ ഒക്കെ നമ്മുടെ ആ ഒരു AI ജനറേറ്റഡ് വീഡിയോ നിന്ന് കിട്ടണം. എന്നാൽ മാത്രമേ യൂട്യൂബിന് തോന്നുള്ളൂ, ഓ ദിസ് AI വീഡിയോ ഇസ് നോട്ട് സിംപ്ലി ആൻ AI വീഡിയോ, ഇതിൽ എന്തോ ഉണ്ട് എന്ന് നമ്മുടെ യൂട്യൂബിന് തോന്നുള്ളൂ. അതുകൊണ്ട് AI ജനറേറ്റഡ് വീഡിയോ ഇടുന്നവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടേതായ ഐഡിയ, നിങ്ങളുടേതായ ഒരു കോൺസെപ്റ്റ്, ഒരു ഇൻഫർമേഷൻ ഒക്കെ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ട് എന്റർടൈൻമെന്റ് ആയിട്ട് കമന്ററീസും കുറച്ച് ഫണ്ണി ആയിട്ടുള്ള എലമെന്റ്സും ഒക്കെ ആഡ് ചെയ്ത് ഒരു ഹ്യൂമൻ ടച്ച് വരുന്ന രീതിയിലുള്ള AI വീഡിയോസ് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. മൂന്നാമത് പറയാനുള്ള കാര്യം ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ചിലരില്ലേ, എന്റെ ഫ്രണ്ട് ആണ്, എന്റെ കസിൻ ആണ്, ഇതെന്റെ എഡിറ്റർ ആണ്, അപ്പൊ ആൾക്ക് ഞാൻ എന്റെ ചാനലിന്റെ പാസ്വേഡും ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ടെന്ന് പറയും. അങ്ങനെ ഒന്നും ചെയ്യരുത് കേട്ടോ. നമ്മൾ ആർക്കും നമ്മുടെ ഈ ഒരു ചാനലിന്റെ പാസ്വേഡും കാര്യങ്ങളും ഒന്നും പറഞ്ഞു കൊടുക്കാനായിട്ട് പാടില്ല. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഈ ഒരു ഗൂഗിൾ അക്കൗണ്ടിന് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഓൺ ആക്കി വെച്ചേക്കണം. കാരണം നമ്മുടെ ചാനലിനെ നമുക്ക് ഒരിക്കലും റിസ്കിൽ പെടുത്താൻ പറ്റില്ല. നമ്മൾ കഷ്ടപ്പെട്ട്, നമ്മൾ ദിവസം കഷ്ടപ്പെട്ട് വീഡിയോസ് ഇട്ട് നമ്മൾ അതിന് പിന്നിൽ നമ്മുടെ ആ ഒരു എഫേർട്ട് ഇടുന്ന സമയത്ത് എല്ലാം പെട്ടെന്ന് ഒരു നിമിഷം അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഒക്കെ ഓൺ ചെയ്തിട്ടേക്ക്. അടുത്ത കാര്യം എന്ന് പറയുന്നത്, ചില ഫേക്ക് ആയിട്ടുള്ള ഇമെയിൽസും മെസ്സേജസ് ഒക്കെ നിങ്ങൾക്ക് വരും. അതായത് സ്പോൺസർഷിപ്പ് കാര്യങ്ങൾ പോലെയൊക്കെ. ഫസ്റ്റ് നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് തുടങ്ങുകയുള്ളൂ, ആ ഒരു ടൈമിൽ പോലും ചിലർ വന്നിട്ട് മെസ്സേജ് പറയും, വി ലവ് യുവർ കണ്ടന്റ്, നമുക്ക് നിങ്ങളെ കണ്ടന്റ് ഭയങ്കര ഇഷ്ടമാണ്, വി വുഡ് ലവ് ടു കൊളാബറേറ്റ് വിത്ത് യു എന്നൊക്കെ പറഞ്ഞ് ചിലർ മെയിലൊക്കെ ചെയ്യുന്നുണ്ടാവും. അതെല്ലാം സ്കാം ആണെന്ന് അപ്പോഴേ മനസ്സിലാക്കുക. അവർക്ക് നമ്മളടുത്ത് നിന്ന് എന്താ വേണ്ടത്? അവർക്ക് ഓഡിയൻസിന്റെ അടുത്ത് അവരുടെ പ്രോഡക്ട്സ് എത്തുക എന്നുള്ളതാണ്. ആൻഡ് ഇപ്പൊ നമ്മളൊരു ബിഗിനർ, ഒരു യൂട്യൂബ് തുടങ്ങിയ ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും ഓഡിയൻസ് ഉണ്ടാവില്ല അല്ലെ. അപ്പൊ ആ ഒരു സമയം അവര് നമ്മളിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? അപ്പൊ അത്രയെങ്കിലും ഒരു കോമൺ സെൻസ് ഉണ്ടാവണം. ഇങ്ങനെയുള്ള സസ്പീഷ്യസ് ആയിട്ടുള്ള മെയിൽസും കാര്യങ്ങളൊന്നും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യരുത്. അതിൽ ചിലപ്പം അറ്റാച്ച്മെന്റ്സ് ആഡഡ് ആയിട്ട് വരുന്ന മെയിൽസ് ഉണ്ടാവും, അതിലൊന്നും ക്ലിക്ക് ചെയ്യരുത് കേട്ടോ. അൺനോൺ ആയിട്ടുള്ള ഫയൽസ് ഒന്നും ഡൗൺലോഡ് ചെയ്യരുത്. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിലൊന്നും പോയി വീഴാതിരിക്കുക. പറയാനുള്ള റീസൺ എന്താണെന്നറിയോ? ചിലരിങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്ക് സ്പോൺസർഷിപ്പ് കിട്ടണു എന്നൊക്കെ പറഞ്ഞ് ആദ്യമേ ചാടിക്കേറിയാൽ കയറും. അതും അങ്ങനെയൊന്നും ചെയ്യരുത്. നെക്സ്റ്റ് കാര്യം എന്ന് പറയുന്നത് നമ്മുടെ തംബ്നെയിൽ ആൻഡ് ടൈറ്റിൽ ആണ്. ഇത് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടെ പറയാം. നമ്മുടെ തംബ്നെയിൽസും ടൈറ്റിൽസും നമ്മുടെ വീഡിയോയിലുള്ള സാധനമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത രീതിയിലായി പോകരുത്. അതായത് തംബ്നെയിലും ടൈറ്റിലും വേറെ, വീഡിയോയ്ക്ക് അകത്തുള്ള സാധനം വേറെ, അങ്ങനെ ആയി പോകരുത്. നമ്മുടെ വീഡിയോയ്ക്ക് അനുയോജ്യമായ തംബ്നെയിൽസും ടൈറ്റിൽസും ആഡ് ചെയ്യാം. ഓക്കെ, കാരണം എന്താന്നില്ലേ, നമ്മുടെ ഈ വ്യൂവേഴ്സ് അല്ലേ നമ്മുടെ തംബ്നെയിലും ടൈറ്റിലൊക്കെ കണ്ടിട്ടായിരിക്കും നമ്മുടെ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ടാവുക. അവർ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വേറെ ഏതെങ്കിലും കണ്ടന്റ് ആയി പോയി കഴിഞ്ഞാൽ അവരപ്പോഴേ നോട്ട് ഇൻട്രസ്റ്റഡ് കൊടുത്തങ്ങ് വിടും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ തംബ്നെയിൽസും ടൈറ്റിൽസും ക്രിയേറ്റീവ് ആക്കാൻ നോക്കുക. നമ്മുടെ തംബ്നെയിലും ടൈറ്റിലും കണ്ട ആൾക്കാർ നമ്മുടെ വീഡിയോ ഫുൾ ഇരുന്ന് കാണണം, ആ ഒരു രീതിയിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്ത പറയാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്,
കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്കിനെ കുറിച്ചിട്ടാണ്. കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് എന്താണെന്നറിയോ? നമ്മുടെ യൂട്യൂബ് തന്നെ നമുക്ക് കുറെ സെറ്റ് ഓഫ് റൂൾസ് പോലെ ഒരു സംഭവം തന്നിട്ടുണ്ട്. ആ ഒരു സംഭവങ്ങൾ നമ്മൾ എപ്പോഴെങ്കിലും തെറ്റിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ സ്ട്രൈക്ക് വീഴാനുള്ള ചാൻസ് ഉണ്ട്. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ എന്റെ ഒരു സ്ക്രീൻഷോട്ട് വെച്ച് കാണിച്ചില്ലേ, എനിക്ക് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്ന ഒരു പ്രോബ്ലം ആയിരുന്നു കേട്ടോ അത്. എനിക്ക് അങ്ങനെയും വന്നിട്ടുള്ളതാണ്, കോപ്പിറൈറ്റ് കാരണവും വന്നിട്ടുള്ളതാണ്. കോപ്പിറൈറ്റിനെ കുറിച്ച് ഞാൻ നെക്സ്റ്റ് പറയുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഇതിനെ കുറിച്ച് പറയാം. ഈ ഗൈഡ് ലൈൻസിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് മിസ്ലീഡിങ് കണ്ടന്റ് ഇടുക, സ്പാമി ബിഹേവിയർ കാണിക്കുക, അല്ലെങ്കിൽ ഹാർംഫുൾ ആയിട്ടുള്ള കണ്ടന്റ്സ് ഇടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. സോ അങ്ങനെയുള്ള തെറ്റുകളൊന്നും ചെയ്യരുത്. ഇനി നെക്സ്റ്റ് ഞാൻ കോപ്പിറൈറ്റിനെ കുറിച്ച് പറയാം. ലോങ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഷോർട്സിൽ വലിയ പ്രശ്നമൊന്നും വരില്ല. പക്ഷെ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഒരാൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ മൂവി സോങ്സോ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് കോപ്പിറൈറ്റ് വരും. ഇത് എനിക്ക് അറിയില്ലായിരുന്നു. ഇത് ഞാൻ ചാനൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ എനിക്ക് അറിയില്ലായിരുന്നു. ഒബ്വിയസ്ലി നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഇതൊന്നും ആരും നമുക്ക് പറഞ്ഞു തരാനില്ല. അപ്പൊ എനിക്കിത് അറിയില്ലായിരുന്നു. ഞാനിങ്ങനെ വീഡിയോസിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ പാട്ടൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ടൊക്കെ ചെയ്തൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷെ കോപ്പിറൈറ്റ് വന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പാർഷ്യലി ബ്ലോക്ക്ഡ് വരെ ആയിപ്പോയി എന്റെ വീഡിയോസ്. അതാണ് ഞാൻ നിങ്ങളടുത്ത് ഇത് പ്രത്യേകം പറയുന്നത്. കോപ്പിറൈറ്റ് വരുന്ന സോങ്സും കാര്യങ്ങളൊന്നും ആഡ് ചെയ്യരുത്. നിങ്ങൾക്ക് ഇൻ കേസ് അങ്ങനെ സോങ്സ് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ യൂട്യൂബ് മ്യൂസിക് ലൈബ്രറിയിൽ നിന്ന് തന്നെ നമുക്ക് ഈ മ്യൂസിക് കിട്ടുന്നുണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ കോപ്പിറൈറ്റ് ഫ്രീ സോങ്സ് ഒക്കെ നമുക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാന്നുള്ളതാണ്. ഇന്നത്തെ വീഡിയോ ആക്ച്വലി ഇത്രയേ ഉള്ളൂ. കുറച്ച് പേർക്കെങ്കിലും ഹെൽപ്ഫുൾ ആയി എന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി. അപ്പോൾ ഓക്കെ, ബൈ.